സാർ യു എസുമായുള്ള ഇന്ത്യൻ ഡിപ്ലോമസി പരാജയമാണോ? പുതിയ കാലത്തെ ഡിപ്ലോമസിയിൽ നാം പരാജയപ്പെടുന്നു? അല്ല, ഇന്ത്യയുമായിട്ടുള്ള യു എസ് ഡിപ്ലോമസി പരാജയമാണെന്ന് എങ്ങനെയാ പറയുന്നത്? കാര്യം ഇപ്പൊ കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഈ ട്രംപിന്റെ വിചിത്രമായ ഒരു ട്രംപോക്കണമിക്സോ അങ്ങനെയാണെങ്കിൽ പറയാം, പുള്ളി താരിഫ് വഴി ഭയങ്കരമായിട്ട് യു എസ് ട്രഷറിയിലേക്ക് പൈസ കൊണ്ടുവരുന്നതെന്നാണ് പുള്ളി പറയുന്നത്. താരിഫ് കൂട്ടി. അത് എക്കണോമിക്സിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അതൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രീതിയാണത്. ഈ താരിഫ് കൂട്ടുക അത് ഒരിക്കലും ഒരു ലിബറൽ ഫ്രീ എന്റർപ്രൈസസിൽ വരേണ്ട കാര്യമല്ല. പുള്ളിയെ വിളിക്കുന്നത്, പുള്ളിയുടെ എക്കണോമിക്സ് ഭയങ്കര ലെഫ്റ്റ് ആണ്. അതാണ് രസം. പുള്ളി റൈറ്റ് ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ എക്കണോമിക്സ് ഭയങ്കര ലെഫ്റ്റ് ആണ്. അപ്പം അത് പുള്ളി വരുമ്പോൾ പുതിയ ഇക്വേഷൻ. അതിപ്പോ നമുക്ക് ഇന്ത്യക്ക് മാത്രമല്ലല്ലോ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ട് പ്രശ്നമില്ല. ഇപ്പൊ യൂറോപ്പുമായിട്ടുള്ള ബന്ധം എങ്ങനെ അമേരിക്ക, അപ്പൊ ഇതുവരെ യൂറോപ്പ്, നിങ്ങൾ പറയും യൂറോപ്പ് ഇതുവരെ അമേരിക്കയുമായിട്ട് തുടർന്ന് വന്ന ബന്ധം പരാജയമായിരുന്നെന്നാണോ പറയുന്നത്? ചൈന തുടർന്ന് വന്ന ബന്ധം പരാജയമാണെന്നാണോ പറയുന്നത്? കൊറിയ, ജപ്പാൻ ഇവരെല്ലാം തുടർന്ന് വന്ന ബന്ധം പരാജയം അല്ല. അതിപ്പോ ഒരു പുതിയൊരു രീതി വന്നിരിക്കുന്നത്, പുതിയ ഒരാൾ വന്നിരിക്കുന്നത്, പുള്ളിയുടെ പരാക്രമങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഹോഴ്സസ് ഫോർ കോഴ്സസ് മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അതൊരു അമേരിക്ക എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലേ, ഒരു കണ്ടിന്യൂസ്. ഇപ്പോൾ ട്രംപ് വന്നാലും പോയാലും അത് കഴിഞ്ഞു അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്. നമ്മളും എല്ലാം പോയാലും ഇന്ത്യ ഉണ്ടാവും, അമേരിക്ക ഉണ്ടാവും. സോ പരാജയമാണ് എന്ന് പറയാൻ എന്തടിസ്ഥാനത്തിലാ? എന്താ നിങ്ങൾ ചോദിക്കുന്നതിനൊരു എന്തെങ്കിലും ഒരു കാരണം കൂടി പറഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാം.